നിങ്ങളുടെ പോക്കറ്റിലോ കിടപ്പുമുറിയിലോ ഒരു ബോംബ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെയും പവർ ബാങ്കിനെയും കുറിച്ച് തന്നെയാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇവ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പിന്നിലെ കാരണങ്ങളും ഇതെങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചുമുള്ള വളരെ നിർണായകമായ ഒരു അനാലിസിസാണിത്. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഏത് നിമിഷവും നിങ്ങളുടെ ഫോൺ ഒരു തീഗോളമായി മാറിയേക്കാം എന്ന സത്യം നിങ്ങൾക്കറിയാമോ? നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരുപാട് വിശ്വസിക്കുന്ന ഈ ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ സ്ലീപ്പർ സെല്ലുകളെപ്പോലെയാണ്. ചിലപ്പോൾ ഒരു ചെറിയ അശ്രദ്ധ മതി വലിയൊരു ദുരന്തമുണ്ടാകാൻ. ഇതൊരു ചെറിയ തീപ്പൊരി മാത്രമല്ല കേട്ടോ. ഫോണിന്റെ ഗ്ലാസ് സ്ക്രീനും പവർ ബാങ്കിന്റെ കവറുമൊക്കെ ശരിക്കും ചെറിയ വെടിയുണ്ടകൾ പോലെയാണ് ചിതറിത്തെറിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മുഖത്തോ പോക്കറ്റിലോ വെച്ചാണ് ഈ പൊട്ടിത്തെറി സംഭവിക്കുന്നതെങ്കിലോ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഗുരുതരമായ 3-ാം ഡിഗ്രി പൊള്ളൽ, അതായത് ആഴത്തിലുള്ള രാസപൊള്ളലുകൾ വരെ ഉറപ്പാണ്. സെക്ഷൻ 1. എന്തുകൊണ്ട് ഈ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്നു? വലിയ ശാസ്ത്രീയ പദങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ മെയിൻ വില്ലൻ തെർമൽ റണ്ണവേ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഇതൊരു തരം ചെയിൻ റിയാക്ഷൻ ആണെന്ന് പറയാം. ബാറ്ററി ചൂടാകുമ്പോൾ അതിനുള്ളിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കും. ഈ രാസപ്രവർത്തനം കാരണം വീണ്ടും ചൂട് കൂടും. അങ്ങനെ ചൂട് കൂടിക്കൂടി വന്ന് അവസാനം അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയായി അത് പുറത്തേക്ക് വരും. ഇനി തണുപ്പ് കാലത്ത് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നോക്കാം. തണുപ്പുള്ള സമയത്ത് ബാറ്ററിയിലെ ലിഥിയം അയോണുകളുടെ സഞ്ചാരം വളരെ സ്ലോ ആവും. ഒരുപാട് പേർ ഒന്നിച്ചു തിരക്കുള്ളൊരു ബസ്സിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതുപോലെയാണ് കാര്യങ്ങൾ. ഈ അയോണുകൾക്ക് പെട്ടെന്ന് സ്ഥാനം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അവ ഒരിടത്ത് തന്നെ അങ്ങനെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന അയോണുകൾ പിന്നീട് ഡെൻഡ്രൈറ്റുകളായി മാറും. അതായത് ബാറ്ററിക്കുള്ളിൽ വളരുന്ന വളരെ ചെറിയ എന്നാൽ സൂചി പോലെ കൂർത്ത ലോഹകഷ്ണങ്ങൾ. ഒരു ബലൂണിൽ സൂചി കുത്തുന്നതുപോലെ ഈ കൂർത്ത കഷ്ണങ്ങൾ ബാറ്ററിയുടെ സുരക്ഷാപാളിയെ കുത്തിക്കീറും. അപ്പോൾ എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട്. ബാറ്ററിക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്നിപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇതുപോലെ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും അനാലിസിസുകൾക്കുമായി ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സയൻസ് ഇത്രയും സിമ്പിളായി മനസ്സിലാക്കാൻ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? സെക്ഷൻ 2. ശ്രദ്ധിക്കേണ്ട പ്രധാന ലക്ഷണങ്ങൾ. ഇത് കേട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിനു മുമ്പ് നിങ്ങളുടെ ഫോൺ തന്നെ ചില മുന്നറിയിപ്പുകൾ തരും. അതൊക്കെ എന്താണെന്ന് നോക്കാം. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണ്ട 5 കാര്യങ്ങളുണ്ട്. അസാധാരണമായ ചൂട്, ബാറ്ററി വീർക്കുക, ചീറ്റൽ ശബ്ദം, രൂക്ഷമായ ഗന്ധം, പിന്നെ പെട്ടെന്ന് ചാർജ് തീർന്നു പോകുക. വളരെ പെട്ടെന്ന് നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവുന്നതുമായ ഒന്നാണ് ബാറ്ററി വീർക്കുന്നത്. നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ അല്പം പൊങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ പിൻഭാഗം പുറത്തേക്ക് തള്ളിവരികയോ ചെയ്താൽ ഓർക്കുക, ആ ഡിവൈസ് ഭയങ്കര അപകടകരമായ അവസ്ഥയിലാണ്. അതപ്പോൾ തന്നെ ചാർജ് ചെയ്യുന്നത് നിർത്തുക. ചിലപ്പോൾ ലക്ഷണങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷെ കേൾക്കാനോ മണക്കാനോ കഴിയും. നിങ്ങളുടെ ഫോണിൽ നിന്ന് എപ്പോഴെങ്കിലും ചെറിയ ചീത്തൽ ശബ്ദമോ അല്ലെങ്കിൽ എന്തോ പൊട്ടുന്നതുപോലെയുള്ള ശബ്ദങ്ങളോ കേൾക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ കരിയുന്നതിന്റെ മണം വരുന്നുണ്ടോ? ഇതിനർത്ഥം ബാറ്ററിക്കുള്ളിൽ ഗ്യാസ് നിറയുകയും അത് പുറത്തേക്ക് ചോരാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ്. ഇനി അടുത്തത് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒന്നാണ് പെട്ടെന്ന് ചാർജ് തീരുന്നത്. ഫോൺ ഉപയോഗിക്കാതെ വെറുതെ വെക്കുമ്പോൾ പോലും പെട്ടെന്ന് വലിയ തോതിൽ ചാർജ് കുറയുന്നുണ്ടെങ്കിൽ അത് ബാറ്ററിക്കുള്ളും വലിയൊരു തകരാറ് നടക്കുന്നുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സെക്ഷൻ 3. ഒഴിവാക്കേണ്ട അപകടകരമായ ശീലങ്ങൾ. നമ്മുടെ ചില നിസ്സാരമായ അശ്രദ്ധകളാണ് പലപ്പോഴും ഇത്തരം വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഫോൺ എവിടെ വെച്ച് ചാർജ് ചെയ്യുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. മേശ പോലെയുള്ള കട്ടിയുള്ള പ്രതലങ്ങളിൽ വെക്കുന്നത് സേഫാണ്. എന്നാൽ കിടക്കയിലോ തലയണയുടെ അടിയിലോ വെച്ച് ചാർജ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ. ഈ മൃദുവായ പ്രതലങ്ങൾ ചൂട് പുറത്തുപോകുന്നത് തടയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ തെർമൽ റണ്ണവേ എന്ന അവസ്ഥയിലേക്ക് ഫോണിനെ വളരെ വേഗം എത്തിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില ശീലങ്ങൾ കൂടി പറയാം. ചാർജ് ചെയ്തുകൊണ്ട് ഭയങ്കര ഗ്രാഫിക്സ് ഉള്ള ഗെയിം കളിക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുമൊക്കെ ഫോണിന്റെ ചൂട് ഇരട്ടിയാക്കും. അതുപോലെ പഴയ ഫോണുകൾ രാത്രി മുഴുവൻ ചാർജ് ചെയ്യാൻ കുത്തിയിടുന്നത്, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാത്ത വില കുറഞ്ഞ വ്യാജ ചാർജറുകൾ ഉപയോഗിക്കുന്നത്, ഫോണിൽ നനവ് തട്ടുന്നത്, ഇതൊക്കെ തീർച്ചയായും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. സെക്ഷൻ 4. തീപിടുത്തമുണ്ടായാൽ എന്തു ചെയ്യണം? ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിർഭാഗ്യവശാൽ ഫോണിൽ നിന്ന് പുകയുകയോ തീപിടിക്കുകയോ ചെയ്താൽ അടിയന്തരമായി നമ്മൾ എന്തു ചെയ്യണം നോക്കാം. 500 മുതൽ 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു ലിഥിയം ബാറ്ററി കത്തുമ്പോഴുള്ള ചൂടാണിത്. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് വെറുമൊരു സാധാരണ തീപിടുത്തമല്ല. അതുകൊണ്ടുതന്നെ മറ്റ് തീപിടുത്തങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ അത് ചിലപ്പോൾ കൂടുതൽ വലിയ അപകടത്തിലേക്കാകും നയിക്കുക.
ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് തരുകയാണ്. ബാറ്ററിയിൽ നിന്ന് വരുന്ന വെളുത്തതോ ചാരനിറമുള്ളതോ ആയ പുക ഒരിക്കലും ശ്വസിക്കരുത്. ഇതിൽ വളരെ അപകടകരമായ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ട്. ഈ പുക ശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം. അപകടം നടന്നാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം, സുരക്ഷിതമാണെങ്കിൽ മാത്രം പ്ലഗ് ഊരുക. ഫോൺ തറയിലോ കോൺക്രീറ്റ് പോലെയുള്ള തീപിടിക്കാത്ത എന്തെങ്കിലും പ്രതലത്തിലോ മാറ്റിവെക്കുക. എന്നിട്ട് ഒട്ടും സമയം കളയാതെ അവിടെ നിന്നും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി നിൽക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. ഉണങ്ങിയ മണൽ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് സേഫാണ്, കാരണം മണൽ വായുസഞ്ചാരം തടയുകയും തീ കെടുത്തുകയും ചെയ്യും. എന്നാൽ ഇതിലേക്ക് വെള്ളമൊഴിക്കുന്നത് മാരകമായൊരു അബദ്ധമാണ്. ലിഥിയവും വെള്ളവും തമ്മിൽ റിയാക്ട് ചെയ്ത് കൂടുതൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനേ അത് ഉപകരിക്കൂ. വലിയ ഫാക്ടറികളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രത്യേക ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ നമ്മുടെ വീടുകളിൽ കാണില്ലല്ലോ. അതിനാൽ അതിനു പകരമായി ഉണങ്ങിയ മണൽ, അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കറിയുപ്പ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഈ തീ നിയന്ത്രിക്കാം. ഇവയെല്ലാം കത്തുന്ന ലോഹത്തിന് മുകളിൽ ഒരു കവചം പോലെ നിന്ന് ഓക്സിജൻ കിട്ടുന്നത് തടയാൻ സഹായിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂൾ ഇതാണ്: ലിഥിയം ബാറ്ററി മൂലമുണ്ടാകുന്ന തീ അണയ്ക്കാൻ ഒരിക്കലും ചെറിയ അളവിലാണെങ്കിലും പോലും വെള്ളം ഉപയോഗിക്കരുത്. ഈയൊരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കണം. ഇനി തീ അണഞ്ഞാലും അല്ലെങ്കിൽ അത് മണലിട്ട് മൂടിയാലും അതിൽ നിന്നും സുരക്ഷിതമായൊരു അകലം പാലിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഉള്ളിലെ പ്രഷർ കാരണം അപ്പോഴും ഫോണിന്റെയോ പവർ ബാങ്കിന്റെയോ ഒക്കെ കഷ്ണങ്ങൾ അപ്രതീക്ഷിതമായി പുറത്തേക്ക് തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. വളരെ ഗൗരവമേറിയ ഇന്നത്തെ ഈ അനാലിസിസ് നമ്മൾ അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെയാണ്. ഇന്ന് രാത്രി നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ മൃദുവായ കിടക്കയിലോ അതോ സുരക്ഷിതമായ ഒരു മേശപ്പുറത്തോ? ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. നന്ദി.